ഭാരതാംബ ചിത്രവിവാദത്തിൽ രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുതിയ വഴിത്തിരിവിലേക്ക്. കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ഉണ്ടായ സംഭവവികാസങ്ങളിലാണ് രാജ്ഭവൻ ഇടപെടലിനെ തുടർന്ന് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. രജിസ്ട്രാർക്കെതിരെ നടപടിയുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ നിയമോപദേശം തേടിയിരുന്നു. വൈസ് ചാൻസലർക്കോ ചാൻസലറായ ഗവർണർക്കോ നടപടിയെടുക്കാമെന്നായിരുന്നു നിയമോപദേശം. ഇതിന് തൊട്ടുപിന്നാലെയാണ് രജിസ്ട്രാർ ഡോക്ടർ KS അനുകുമാറിനെ VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തത്. ഗവർണർ പങ്കെടുത്തുകൊണ്ടിരിക്കെ സെനറ്റ് ഹാളിലെ ചടങ്ങ് റദ്ദാക്കിയത് വീഴ്ചയെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് നടപടി. സംഘപരിവാർ അനുകൂല സംഘടനയായ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ ചടങ്ങിൽ രജിസ്ട്രാർ ഇടപെട്ടത് ധിക്കാരപരമെന്നായിരുന്നു നേരത്തെ VC ഗവർണർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. നടപടി ചട്ടവിരുദ്ധമെന്ന് മന്ത്രി R ബിന്ദു പ്രതികരിച്ചു. വൈസ് ചാൻസലർ വളരെ പ്രകടമായ അധികാര ദുർവിനിയോഗമാണ് നടത്തിയിട്ടുള്ളത്. കേരള സർവകലാശാലയുടെ ആക്ടും നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് യാതൊരു കാരണവശാലും അദ്ദേഹത്തിന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല. VCയുടെ നടപടി നിയമപരമായി ചോദ്യം ചെയ്യുമെന്ന് രജിസ്ട്രാർ. എന്റെ ഭാഗമാണ് ന്യായം. ഇത് ഇപ്പൊ ഈ ഒരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതിന്റെ നിയമപരമായി അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകും. രാജ്ഭവന്റെ താൽപര്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള VCയുടെ നടപടി സർക്കാരിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഭാരതാംബ ചിത്രവിവാദത്തിലെ ഏറ്റുമുട്ടൽ ഉദ്യോഗസ്ഥ നടപടികളിലേക്ക് കടന്നതോടെ സർക്കാരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ലെന്നുറപ്പാണ്. ഈ വിവാദങ്ങൾക്കിടെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.